നോമ്പ് എന്നത് ഒരു യാത്രയാണ്. ഷിനോയോ എന്ന വാക്കിനർത്ഥം വാങ്ങിപ്പ് എന്നാണ്. സഭാപിതാക്കന്മാർ വിശുദ്ധ കന്യക മറിയാമിനെ രണ്ടാം ഹൗവായായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. രണ്ടാം ഹൗവ ദൈവിക വചനം അനുസരിക്കുന്നവളായിരുന്നുവെങ്കിൽ ഒന്നാം ഹൗവ ദൈവിക വചനം അനുസരിക്കാത്തവളായിരുന്നു. സഭയുടെ കിന്നിതമായിരുന്ന മാർ അപ്രി പറയുന്നു, 2 കന്യകകളുണ്ടായിരുന്നു. 2 പേരുടെ ഭാവം തികച്ചും വ്യത്യസ്തമായിരുന്നു. ഒരാൾ സ്വർഗീയ പിതാവിനെ ദുഃഖിപ്പിച്ചു, മറ്റൊരാൾ സ്വർഗീയ പിതാവിനെ സന്തോഷിപ്പിച്ചു. ഹൗവയിൽ കൂടി മനുഷ്യൻ മരണം കണ്ടെത്തിയെങ്കിൽ മാതാവിൽ കൂടി സ്വർഗത്തിലേക്കുള്ള വഴി കണ്ടെത്തി. ഈ ഷിനോയ നോമ്പിൽ ദൈവമാതാവിനെ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെയാണ് നാം ഓരോരുത്തരും ധ്യാനിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിനെ തൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചവളായിരുന്നു വിശുദ്ധ കന്യകമാർ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തേക്കുന്നത് മാതാവിൻ്റെ 6 സ്വാതന്ത്ര്യമാണ്. ഈ 6 സ്വാതന്ത്ര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കും പകർത്തേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ സ്വാതന്ത്ര്യം എന്നുള്ളത് തെളിമയുള്ള ചിന്ത, ഉചിതമായ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം. ഇതിനെ ഞാൻ തിരഞ്ഞെടുത്തേക്കുന്നത് മാതാവ് എലിസബത്തിൻ്റെ അടുക്കിലേക്കുള്ള യാത്രയാണ്. അവിടെ തൻ്റെ ചാർച്ചക്കാരിയ എലിസബത്ത് ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ മാതാവ് ഉചിതമായ ഒരു തീരുമാനമെടുത്ത് എലിസബത്തിൻ്റെ അടുക്കിലേക്ക് യാത്ര ചെയ്യുന്നതായി നമുക്ക് കാണാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട ഒന്നാമത്തെ സ്വാതന്ത്ര്യമാണ് ഇത്. നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വരും. പലയിടത്തും നമുക്ക് ഒരു തിരഞ്ഞെടുക്കുവാനുള്ള ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിച്ച് മാറ്റുവാൻ നമുക്ക് സാധിക്കാതെ വരുന്ന അവസരങ്ങൾ വരും. അവിടെ നമ്മൾ വിവേകപൂർവ്വമായി ചിന്തിക്കണം. ഉചിതമായ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കാണുക. അതിന് ദൈവതമ്പുരാനോട് നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമതായി അമ്മയുടെ ഉത്തരവാദിത്തം എന്നുള്ള സ്വാതന്ത്ര്യം. പള്ളിയിൽ വെച്ച് തൻ്റെ മകനെ കാണാതെ പോകുന്നു. ഈ മാതാവ്, ഈ അമ്മ തൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നതായി നമുക്കവിടെ കാണാം. മാതാവ് കുഞ്ഞിനെ തേടി പള്ളിയിലേക്ക് പോയി അവനെ കണ്ടുപിടിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കണക്കിന് നോക്കിയാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പിതാവിനെക്കാട്ടിലും കൂടുതൽ മാതാവ് എന്നുള്ള ഉത്തരവാദിത്തം നിറവേറ്റേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് മദ്യവും മയക്കുമരുന്നും അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. അവിടെ അമ്മ എന്നുള്ളൊരു ഉത്തരവാദിത്തം നാം ഓരോരുത്തരും നിറവേറ്റേണ്ടിയിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുകയും നല്ല വഴി കാണിച്ചു കൊടുക്കുകയും തെറ്റ് ചെയ്യുന്നുവെങ്കിൽ അത് തെറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാനും നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തം ഉണ്ട്. മൂന്നാമതായി സഹരക്ഷകയുടെ സ്വാതന്ത്ര്യം എന്നുള്ളത്. കനാവിലെ കല്യാണത്തിലെ വീട്ടിലേക്ക് നമുക്ക് പോകാം. അവിടെ ഗൃഹനാഥൻ വീഞ്ഞു തീർന്നു പോയി എന്ന് പറയുന്നുണ്ട്. ആ സഹജീവിയോട് ഈ മാതാവിനൊരു കാരുണ്യം തോന്നുവാണ് ചെയ്യുന്നത്. ഇതുപോലെ ആയിരിക്കണം നാമും. നമ്മുടെ അടുത്ത് പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടവർ കാണും, നമ്മുടെ അടുത്ത് വിഷമങ്ങൾ പറയുന്നവർ കാണും. അവരുടെയൊക്കെ അടുത്തിൽ നിന്ന് അവരെ ഒന്ന് കേൾക്കാൻ നമ്മൾ മനസ്സ് കാണിക്കുക, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ നമുക്ക് നമ്മുടെ സഹജീവികളോട് തന്നെ ഒരു കാരുണ്യം തോന്നുകയും ചെയ്യും. നാലാമതായി സ്വന്തമായി തീരുമാനം എടുക്കുവാനുള്ള സ്വാതന്ത്ര്യം. ഇതും കനാവിലെ കല്യാണം തന്നെ എടുക്കുക. ഗൃഹനാഥൻ പറഞ്ഞുകൊണ്ടേ വീഞ്ഞു തീർന്നുപോയി എന്ന് ഗൃഹനാഥൻ പറഞ്ഞുകൊണ്ടേ മാതാവ് എന്താണ് ചെയ്തത്? വേറെ ആരോടും ചോദിക്കാതെ തന്നെ മകനെ അറിയിക്കുകയാണ് ചെയ്തത്. സ്വന്തമായി തീരുമാനം എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ സ്വന്തമായി തന്നെ തീരുമാനങ്ങൾ എടുക്കണം. നമ്മൾ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തു പോയാൽ പിന്നെ ഒരു കാര്യത്തിനും നമുക്ക് ആ ഡിപ്പെൻഡ് ചെയ്ത ആളിനെ എപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് സ്വന്തമായി തീരുമാനമെടുക്കാൻ നാം ഓരോരുത്തരും ജീവിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ അത് രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ടുവരികയും വേണം. അഞ്ചാമതായി അമ്മയുടെ താഴ്മയുടെ സ്വാതന്ത്ര്യം. കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയൊന്ന് നോക്കുകയും തൻ്റെ മകനെ, കുറ്റം ചെയ്യാത്ത തൻ്റെ മകനെ അടിക്കുന്നു, പിച്ചി ചീന്തുന്നു, അതും ഇതുമൊക്കെ പറയുന്നു. എങ്കിലും ആ അമ്മ കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയല്ലാതെ ഒരു വാക്കുപോലും തിരിച്ചു പറയാതെ നിൽക്കുന്നു. ആ അമ്മയുടെ ആ താഴ്മ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മൾ പകർത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും താഴ്മയോട് നമ്മൾ ജീവിക്കണം. നമുക്ക് കുറ്റം ചെയ്യാത്തതിന് തന്നെ നമുക്ക് നമ്മുടെ മേൽ കല്ലെറിയുന്നവർ കാണും. അവിടെ താഴ്മയോട് നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ആറാമതായി ആത്മവിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. അതും കുരിശിൻ ചുവട്ടിലുള്ള മാതാവിനെ നോക്കി ആ മാതാവ് എന്ത് വിശ്വാസത്തോടുകൂടിയാണ് തൻ്റെ മകനെ നോക്കി നിൽക്കുന്നത്. ആ വിശ്വാസം എന്നത് 3-ാം നാൾ എൻ്റെ മകൻ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വിശ്വാസം തന്നെയാണ്. അതുപോലെ ആയിരിക്കണം നാമും.
അതുപോലെ ആയിരിക്കണം നമ്മിലുള്ള വിശ്വാസം. നമ്മൾ നമ്മെ തന്നെ വിശ്വസിക്കണം. എന്നെയും കൂടെ സ്വാധീനിക്കും. തോൽവികൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ഞാൻ ജയിക്കും എന്ന് നമ്മൾ ചിന്തിക്കണം. തോൽവിയിൽ തന്നെ മുട്ടുമടക്കിയിരിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി നമ്മൾ ആത്മവിശ്വാസത്തോടെ തന്നെ പോരാടണം. അങ്ങനെ 6 സ്വാതന്ത്ര്യങ്ങളാണുള്ളതും. തെളിമയുള്ള ചിന്ത, ഉചിതമായി തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം, അമ്മയുടെ ഉത്തരവാദിത്തം എന്ന സ്വാതന്ത്ര്യം, സഹരക്ഷയുടെ സ്വാതന്ത്ര്യം, സ്വന്തമായി തീരുമാനമെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം, അമ്മയുടെ താഴ്മയുടെ സ്വാതന്ത്ര്യം, ആത്മവിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യം. വിവേകപൂർവ്വം ചിന്തിച്ചും ഉചിതമായി തിരഞ്ഞെടുപ്പ് നടത്തി തൻ്റെ മക്കളോട് അമ്മയുടെ ഉത്തരവാദിത്തം നിറവേറ്റി സഹരക്ഷയ്ക്കായി താഴ്മയോടെ ദൈവത്തിൽ ആശ്രയിച്ച് സ്വയം തീരുമാനമെടുത്ത് ആത്മവിശ്വാസത്തോടെ മുന്നേറുവാൻ ദൈവത്തമ്പുരാൻ നാം ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.